യുവതലമുറയ്ക്ക് മാതൃകയായി വിശുദ്ധ കാർലോ അക്യൂട്ടസ്. കൗമാരക്കാരനായ കമ്പ്യൂട്ടർ വിദഗ്ധൻ, ദൈവത്തിന്റെ ഇൻഫ്ലുവൻസർ, സൈബർ അപ്പസ്തോലൻ എന്നെല്ലാം അറിയപ്പെടുന്ന ഈ 15 വയസ്സുകാരൻ 1991 മെയ് 3 ലണ്ടനിൽ ആൻഡ്രിയ അക്യൂട്ടസിന്റെയും അന്റോണിയ സിൽസാനോയുടെയും മകനായി ജനിച്ചു. താമസിയാതെ ഇറ്റലിയിലെ മിലാനിലേക്ക് അവർ താമസം മാറ്റി. ഫുട്ബോളും കമ്പ്യൂട്ടറുമായിരുന്നു അവൻ്റെ പ്രധാന ഇഷ്ടങ്ങൾ. ക്ലാസ്സിൽ തമാശക്കാരനായ ഈ ബാലൻ വീടില്ലാത്തവരോടും പാവപ്പെട്ടവരോടും വലിയ കരുണ കാണിച്ചിരുന്നു. അയൽക്കാരെയും സ്കൂളിലെ കൂട്ടുകാരെയും സഹായിക്കാൻ അവൻ എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. പ്രകൃതിയെയും ജീവജാലങ്ങളെയും മൃഗങ്ങളെയും വലിയ സ്നേഹത്തോടെ കണ്ടിരുന്നു. ടീഷർട്ടും ജീൻസും സൺഗ്ലാസും യാത്രകളിൽ ധരിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നു. കൗമാരത്തിന്റെ ഇഷ്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കും കളികൾക്കുമിടയിൽ ആത്മീയ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. തൻ്റെ ചങ്കായ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കാൻ, ഒരു ദിവസം പോലും വിശുദ്ധ കുർബാന മുടക്കാതിരിക്കാൻ, കുഞ്ഞുങ്ങൾക്കും കൂട്ടുകാർക്കും ഈശോയെ പരിചയപ്പെടുത്തി കൊടുക്കാൻ, തുടർച്ചയായി ജപമാല ചൊല്ലാൻ, പരിശുദ്ധ സക്രാരിക്ക് മുന്നിൽ പ്രാർത്ഥിക്കുവാൻ, എല്ലാ ആഴ്ചയിലും കുമ്പസാരിക്കാൻ അവൻ തൻ്റെ എല്ലാമായ ഈശോയെ ചേർത്ത് പിടിച്ച് ജീവിതം ആസ്വദിച്ചു. ഹ്രസ്വമായ തൻ്റെ ജീവിതത്തിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നിട്ടുള്ള ദിവ്യകാരുണ്യ അത്ഭുതങ്ങളുടെയും മരിയൻ ദർശനങ്ങളുടെയും കണ്ണി ചേർത്ത് വെബ്സൈറ്റ് നിർമ്മിച്ച് ലോകം മുഴുവൻ പ്രചരിപ്പിച്ചു. പ്രേക്ഷിതത്വത്തിന് നവമാധ്യമങ്ങൾ എങ്ങനെ പ്രയോജനപ്പെടുത്തണമെന്ന് വ്യക്തമാക്കി. അല്പകാലമേ ജീവിച്ചുള്ളൂവെങ്കിലും ജീവിതം വിശ്വാസത്തിന്റെ ആഘോഷമാക്കിയ കാർലോ 15-ാം വയസ്സിൽ ലുക്കീമിയ ബാധിച്ച് വേദനയാൽ തളരുമ്പോഴും അവൻ പറഞ്ഞു, എൻ്റെ ഈ വേദന പരിശുദ്ധ കത്തോലിക്കാ സഭയ്ക്കും മാർപ്പാപ്പായുടെ നിയോഗങ്ങൾക്കും സ്വർഗത്തിലേക്കുള്ള എൻ്റെ യാത്രയ്ക്കായും ഞാൻ കാഴ്ചവെക്കുന്നുവെന്ന്. സ്വർഗം എപ്പോഴും നമ്മെ കാത്തിരിക്കുന്നു. വിശുദ്ധ കുർബാനയാണ് എനിക്ക് സ്വർഗത്തിലേക്കുള്ള വഴി എന്ന് പറഞ്ഞ കാർലോ 2006 ഒക്ടോബർ 12 ആ സ്വർഗ സമ്മാനം വാങ്ങാനായി പറന്നുയർന്നു. 2018 കാർലോയുടെ ജീവിതം വീരോചിതമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ അംഗീകരിച്ചു. ബ്രസീൽ സ്വദേശിയായ ഒരു ബാലന്റെ പാൻക്രിയാറ്റിക് രോഗം അത്ഭുതകരമായി കാർലോയുടെ മധ്യസ്ഥത്തിൽ സുഖപ്പെട്ടത് സഭ അംഗീകരിച്ചുകൊണ്ട് 2020 മാർച്ചിൽ അദ്ദേഹത്തെ ഫ്രാൻസിസ് മാർപ്പാപ്പ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു. 2025 സെപ്റ്റംബർ 7 ലയോ 14 മാർപ്പാപ്പ വിശുദ്ധനായി പ്രഖ്യാപിക്കുകയുണ്ടായി. സ്വർഗം നോക്കി ജീവിച്ച വിശുദ്ധ കാർലോയെ സ്വർഗീയ പിതാവ് തൻ്റെ വിശുദ്ധരുടെ പീഠം നൽകി ബഹുമാനിച്ചു. യുവ അപ്പസ്തോലനായ വിശുദ്ധ കാർലോയുടെ മധ്യസ്ഥം തേടി അദ്ദേഹത്തെ അനുകരിക്കാൻ നമുക്കും പരിശ്രമിക്കാം. കത്തോലിക്ക സഭയിലെ ആദ്യ മില്ലേനിയൻ വിശുദ്ധനായ കാർലോയുടെ തിരുനാൾ സ്വർഗവാസികളോടും ഭൂവാസികളോടും ചേർന്ന് നമുക്കും ആഘോഷിക്കാം.